ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ടോം ആൻഡ് ജെസ്സിയുടെ കുറച്ച് ലൊക്കേഷൻ വിശേഷങ്ങൾ കണ്ടാലോ? അപ്പോൾ നമ്മൾ രാവിലെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇത് നമുക്ക് എൻ്റെ വീടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഞാനും ടോമുണ്ടോ? ടോമും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അപ്പം നമ്മളിതാ വീട്ടിലെത്തി. വലിയൊരു വീടാണ് കേട്ടോ, കുറേ സ്പേസുള്ള വലിയൊരു വീടാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് സന്തോഷമായിട്ടാണ് എൻ്റെ അച്ഛനായിട്ട് ചെയ്യുന്നത്. അപ്പം ഞാനും ഭക്ഷണം കഴിച്ചിട്ട് നേരെ റെഡിയാകാൻ വന്നു. ഇന്ന് എനിക്ക് സാരിയുടെ ഒരു സീൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചൂസ് ചെയ്തത് ഈ പച്ച സാരിയാണ്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഞാൻ ഗീതാ ഗോവിന്ദത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫുള്ളായിട്ട് പോയി റെഡി ആയിട്ട് വന്നാലോ? യെസ്, അപ്പം ഞാൻ ഫുൾ റെഡി ആയിട്ടുണ്ട്. സാരി എടുത്തു, കമ്മലിട്ടു. വലിയ മേക്കപ്പ് ഒന്നും, ലൈറ്റ് മേക്കപ്പാണ്. ഹെയറൊക്കെ ചെയ്തു, ലൂസ് ഹെയറാണ് ഇടുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു റീൽ എടുത്തിട്ട് വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് ഞങ്ങൾ. ആ റീൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്തു. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നെ കുറിച്ച് രണ്ട് വാക്കാണ്. എന്നെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അർജുന്റെ കൂടെ അഭിനയിക്കുന്നേ. അപ്പം എന്നെ കുറിച്ച് രണ്ടു വാക്ക് പറ. നന്നായിരിക്കുന്നു. അവരെ പരിചയപ്പെടാൻ പറ്റിയത് എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഇങ്ങനെയല്ലല്ലോ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത്. ഇന്റർവ്യൂല് കാണുന്ന അർജുൻ ചേട്ടൻ ഇങ്ങനൊന്നും അല്ലല്ലോ. അപ്പൊ ഇത് ഇന്റർവ്യൂ ഒന്നും അല്ല. എന്നാ ശരി, ടോം ആൻഡ് ജെസ്സിനെ കുറിച്ച് രണ്ടു വാക്കോ? രണ്ടല്ല, 4 വാക്കെങ്കിലും പറ. രണ്ട് വാക്ക് പറയാം. അമൃതമായിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ. പക്ഷെ കൊള്ളാം, പെട്ടെന്ന് നമ്മൾ സിങ്ക് ആയി. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സീൻസ് ഒക്കെ പെട്ടെന്ന് നല്ലോണം ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കില് റെഡ് ഷർട്ട് ഇട്ട് കറങ്ങി നടക്കുന്നില്ല. ആ കളവനെ കൊണ്ടുള്ള ശല്യം മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നം ഇവിടെ. അപ്പൊ ഇതാണ് നമ്മുടെ ലൊക്കേഷനിലെ വിശേഷങ്ങൾ. ബാക്കി ഓരോന്നായിട്ട് കാണിക്കാമേ. ഇനി നമുക്കൊരു സീനിലേക്ക് പോവാം. ഞാനും അമൽ എന്നാണ് ഏട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഞങ്ങൾ രണ്ടും കൂടെയാണ് ഇങ്ങനൊരു സീന് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് പ്രോംപ്റ്റിംഗ് ഒന്നുമില്ല. ഡയലോഗ് നമ്മൾ കാണാതെ പഠിച്ച് പറയണം. പ്രോംപ്റ്റിങ്ങിനേക്കാൾ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഡയലോഗ് കാണാതെ പഠിച്ച് പറയുന്നത് ലൈക്ക് സിനിമ പോലെയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടും. പിന്നെ നമുക്ക് തെറ്റുവാണെങ്കിൽ നമുക്ക് റീടേക്ക് പോകാൻ എല്ലാം എളുപ്പമാണ്. മറ്റേ പ്രോംപ്റ്റിങ്ങിനെ പോലെ നമ്മൾ ഒരുപാടിട്ട് അഭിനയിക്കണ്ട. സീരിയൽസിനെ പോലെ പെട്ടെന്ന് ചത്ത് കിടന്ന് അഭിനയിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ നമ്മുടെ രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ മതി. നമുക്കത് കറക്റ്റ് നമുക്ക് ഡയലോഗ് തന്നു അതും പറയണമെന്നില്ല. ആ ഡയലോഗ് പഠിച്ചിട്ട് ഒന്ന് ജസ്റ്റ് വായിക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ആ കണ്ടന്റ് തന്നാൽ മതി അവിടെ. അതുകൊണ്ട് നമുക്ക് സിറ്റ്കോം എപ്പോഴും ഭയങ്കര ഈസിയാണ് കേട്ടോ. ഓടിപ്പോയി നോക്ക്. ഓക്കെ, ഇവിടെ നിന്ന് നടന്നു പോയി സംസാരിക്കില്ല. ബോസ് അവിടുന്ന് അമൃത ബോസ് ഇവിടുന്ന് പോകുന്നത് അവിടെ പോയി ചെയ്യണ്ട. അങ്ങോട്ട് തിരിഞ്ഞ് പറയുന്നത്. ഇനി നമുക്ക് ലഞ്ച് ബ്രേക്കാണ്. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മുടെ കൗമുദിലെ ടോം ആൻഡ് ജെസ്സിയിൽ നല്ല ഫുഡാണ്. അപ്പം അങ്ങനെ സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് 10 മിനിറ്റ് റെസ്റ്റ് എടുക്കണം. അപ്പോൾ നമുക്കിനി ഭക്ഷണം കഴിക്കാം. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഓക്കേ, അങ്ങനെ ഇവിടുത്തെ വീട്ടിലെ ഷൂട്ട് കഴിഞ്ഞു. നമുക്ക് ഔട്ട്ഡോർ ആണുള്ളത്. അപ്പോൾ കോഫി ടൈമായി. അപ്പോൾ നമുക്കിനി കോഫിയൊക്കെ കുടിച്ചിട്ട് നമുക്കിനി ഔട്ട്ഡോറാണ് ഷൂട്ടുള്ളത്. അങ്ങോട്ട് പോവാം. അപ്പം ടോം ആൻഡ് ജെസ്സിയുടെ വിശേഷങ്ങൾ ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും യൂട്യൂബിലാണ് കാണേണ്ടത്. നമുക്ക് യൂട്യൂബിലാണ് ടോം ആൻഡ് ജെസ്സി ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 7:30 ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 7:30 ചാനലിൽ കാണിക്കും. യൂട്യൂബിൽ എനിക്കൊന്നും അതിന് മുന്നേ വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്തിട്ടേ, ബാഗൊക്കെ ഉണ്ട്, ഇതെല്ലാം ഡ്രസ്സെല്ലാം എടുത്ത് പാക്ക് ചെയ്തിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഞങ്ങൾക്ക് ഔട്ട്ഡോർ സീൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പട്ടത്താണ്, നാലാഞ്ചിറയിലാണ് നമ്മൾ ചെയ്തത്. ആൾക്കാരൊക്കെ ഇതിൻ്റെ നോക്കുമായിരുന്നു ഷൂട്ടിങ്. അപ്പം ഔട്ട്ഡോർ നമുക്ക് വരുമ്പോൾ കുറച്ച് വിഷമം വരും, കാരണം എല്ലാം ഒരുപോലെ വരില്ല. ഇങ്ങനെ ആടിയാടിയാണോ പോയത്? ഇത് നമ്മുടെ ടോം ആൻഡ് ജെറിയിൽ നിന്ന് നമ്മൾ കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ഉണ്ട്. ജെറി ഉള്ളപ്പം അൽസാബിത്തുള്ള ദിവസം നമ്മളെടുത്ത കുറച്ച് വീഡിയോസാണ്. ഇത് ശബരിമലയിൽ നിന്ന് ആരോ പോയിട്ട് പ്രസാദം കൊണ്ടുവരുന്നത് കഴിക്കുന്നതാണ് കേട്ടോ. സ്പൂൺ. 1
അയ്യോ സ്പൂണ് കൊണ്ടു ഇനി എങ്ങനെ കഴിക്കും? അച്ചി. അത് തന്നെ എന്റെ മനസ്സിലാലോചിച്ചത്. ഉണ്ണി ഗണപതി. സാധാരണ പാത്രം കയ്യിൽ വെച്ചിട്ടാണല്ലോ തോന്നുന്നത്. അങ്ങനെ അതിങ്ങക്ക് ബാറ്റ്മാൻ. ഒരു സോസറിൽ സംബന്ധിച്ച് ശരിയാണ്. ഉണ്ണി ഗണപതി ഭയങ്കര ക്യൂട്ടാ കാണാൻ. എവിടെ ഇങ്ങനെ കൈ വെച്ചോണ്ടിങ്ങനെ ഇടാവുന്ന തിരിച്ചു കൊടുക്കാൻ